യെസ്, അപ്പോൾ നമ്മുടെ സൈമ അവാർഡ്സിൽ നമ്മളോടൊപ്പം ഉള്ള നമ്മുടെ സ്വീറ്റ് ഗൗരിയാണ്. ആൻഡ് ഐ നോ ഗൗരിയും എല്ലായിടത്തുനിന്നും വെൽക്കം 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 എന്ന് കേട്ടിട്ട് തന്നെയാണ് വരുന്നത്. സിൻസ് നമ്മൾ 2 പെൺപുലികൾ ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നമ്മുടെ സൈമയുടെ ഒരു ഹൈലൈറ്റ് ആയിരുന്നു ഓൾ ഗേൾസ് ബാൻഡ്. ഐ ഹോപ്പ് യു നോ അബൌട്ട് ഇറ്റ്. Yeah, I've come across all girls band. അത് പൊളിയല്ലേ എന്ന് വെച്ചാൽ എല്ലാ പെണ്ണുങ്ങളും they're so talented and there's nothing we can't do. എവറിത്തിങ്, അതായത് ഇപ്പോൾ സിംഗർ ആയിക്കോട്ടെ എല്ലാം വായിക്കുന്നത്, ഇപ്പോൾ ഗിറ്റാർ ഏത് ഇൻസ്ട്രുമെൻ്റ് എടുത്ത് നോക്കിയാലും എല്ലാവരും വായിക്കുന്നത് ഫുൾ ഗേൾസ് ആണ്. അവരെല്ലാവരും ഈ ബാൻഡിലാണ് ഒന്നിക്കുന്നത്. എല്ലാവരും പല സ്ഥലത്തുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു ഗേൾസ് ട്രിപ്പ് പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വിൽ ബി ലൈക്ക് ലെറ്റ്സ് ഡൂ ദിസ് ഗൈസ്, വി ആർ ഗോണ ഡൂ ദിസ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹൈപ്പ് കൊടുക്കും. സോ നമ്മുടെ ടാഗ് ലൈൻ ഇസ് ലെറ്റ്സ് പ്ലേ ടുഗെദർ. അങ്ങനെ ഒരു ടാഗ് ലൈൻ ഇട്ട് നിങ്ങൾക്കൊരു ഗേൾസ് ഗ്യാങ് ഉണ്ടെങ്കിൽ അത് ആരൊക്കെയായിരിക്കും? ഇതോ ഇൻസൈഡ് യോ ലൈക്ക് നമ്മുടെ സെൽഫ് ഫ്രണ്ട്സിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലോ കോളേജിലോ അങ്ങനെ ഒരു ഗ്യാങ് ഉണ്ടോ? ഉണ്ടെങ്കിൽ എവിടെ പോകാനുള്ള പ്ലാൻ ആയിരുന്നു? നടന്നിട്ടുണ്ടോ? ഫ്ലോപ്പ് ആയിട്ടുണ്ടോ? ഐ ജസ്റ്റ് വാണ്ട് ടു നോ അബൌട്ട് ദാറ്റ്. My gang is definitely from school. ഞങ്ങൾ സ്കൂൾ തൊട്ട് ആ ഗ്രൂപ്പിലൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് മടുത്ത് ഇനി നമ്മൾ കോളേജും കഴിഞ്ഞു, ആ പ്ലാൻ നടന്നിട്ടില്ല, ട്രിപ്പ് നടന്നിട്ടില്ല. പക്ഷേ നടന്നു. ഞങ്ങൾ ഗോവയ്ക്ക് പോയി. It was just us girls and it was the best. We really enjoyed going in ഞങ്ങളൊരു ക്രൂസിൽ പോയി, ലക്ഷദ്വീപ് and all of that. So it was like really just let's just play എന്നുള്ള വേറൊരു ടെൻഷനും ഇല്ലാതെ മറ്റേ സിസ്റ്റർഹുഡ് ഉണ്ടായിരുന്നു. സോ that is something that only like lifting each other, ഭയങ്കര empowered feeling ആയിരുന്നു. സോ ഇഫ് യു ആർ ഇൻടു ഗെയിമിംഗ് ആൻഡ് ഓൾ ദോസ് സ്റ്റഫ്, ലെറ്റ് മീ ടെൽ യു, നമ്മുടെ 8 to 3 എന്ന് പറയുന്നത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു റമ്മി പ്ലാറ്റ്ഫോമാണ്. ഇറ്റ്സ് ആൻ ആപ്പ്. അപ്പം ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് ലെറ്റ്സ് പ്ലേ ടുഗെദർ മൊമെന്റിൽ യു ക്യാൻ ഡു ദാറ്റ്. Yeah, absolutely. Let's play together. താങ്ക് യു സോ മച്ച്. ഹാവ് ഫൺ. ഓക്കെ ഗൈസ്, നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ സ്വന്തം സഞ്ജു സാമിനാണ്. അപ്പോൾ നമുക്ക് പുള്ളിക്കാരോട് ചോദിച്ചറിയാം എന്തൊക്കെയാണ് ദുബായിലെ വിശേഷങ്ങൾ. ഇവിടെ വന്നിട്ട് ഹൗ എക്സൈറ്റഡ് ആർ യു? ദുബായ് നമ്മുടെ ഒരു 2ാം വീടാണല്ലോ, നമ്മളെല്ലാവരും വന്നു പോകുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. കളിയില്ലാത്തപ്പോൾ വന്ന് ട്രെയിനിങ്ങും കാര്യങ്ങളും പ്രാക്ടീസും, പിന്നെ വൈകിട്ട് നമ്മുടെ ഫ്രണ്ട്സിനെ കാണാറുണ്ട്. ഫാമിലി കുറേ പേരുണ്ട്. അപ്പോൾ കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ വരാറുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഒരു ഇവൻ്റ് ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ എന്തായാലും കുറേ കൂട്ടുകാർക്ക് അവാർഡൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫിലിം അല്ലെങ്കിൽ സിനിമയുടെ ഒരു ഇവൻറ്റിൽ വരുന്നത്. അപ്പോൾ വന്നൊന്ന് അറിയാമെന്നുള്ളൊരു ആഗ്രഹത്തോടെ വന്നതാണ് അത്. പക്ഷേ ക്രിക്കറ്റ് സംബന്ധമായിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ, കൂടുതലായിട്ടും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ നമുക്ക് കണ്ടാൽ ശരി ഈ വ്യക്തി ഭയങ്കര റെസ്പോൺസിബിൾ ആണ്, നമുക്ക് നോക്കി പഠിക്കാൻ തോന്നുമെന്ന് തോന്നുവരാണെങ്കിൽ അത് ഏത് ആളുടെ പേര് പറയും? ഓഫ് കോഴ്സ് MS ധോണിയാണ്. Everyone love that അല്ലേ? നമ്മുടെ ഒരു ടാഗ് ലൈൻ എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് പ്ലേ ടുഗെദർ എന്നുള്ളൊരു സംഭവമാണ്. ഗെയിം തന്നെയാണ്, കളി തന്നെയാണ് എല്ലാം എന്ന് പറയുന്നത്. അപ്പോൾ ലെറ്റ്സ് ഡു ഇറ്റ് ടുഗെദർ എന്ന് പറയുന്നത് ലെറ്റ്സ് പ്ലേ ടുഗെദർ. യെസ്, ലെറ്റ്സ് പ്ലേ ടുഗെദർ. താങ്ക് യു സോ മച്ച് ആൻഡ് എൻജോയ്. സൈമ അവാർഡ്സ് 2023 ഇവിടെ റെഡ് കാർപ്പറ്റിൽ എൻ്റെ കൂടെ ഉണ്ട് ഐമ റോസ്മി സെബാസ്റ്റ്യൻ. ഹലോ ഐമ. ഹലോ. എത്രത്തോളം എക്സൈറ്റഡ് ആണ്? സ്വന്തം നാട്ടിൽ, സ്വന്തം വീട്ടിൽ, സ്വന്തം ദുബായിൽ സൈമ വന്നിരിക്കുമോ? വെരി എക്സൈറ്റഡ്. ഓക്കെ, ഇവിടെ സൈമയിൽ വന്നൊരു പെർഫോമൻസ് കൂടെ കഴിഞ്ഞിട്ടിരിക്കുക. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ സൈമയിൽ വന്ന് കണ്ടതിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ ഒരു സൈമ 2023 കണ്ടതിൽ വെച്ചിട്ട് ദ കിങ് ആൻഡ് ക്വീൻ ഓഫ് സൈമ എന്ന് ചോദിച്ചാൽ ആരെയൊക്കെ ആയിരിക്കും പറയാം? നമ്മുടെ കിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉലക നായകൻ കമൽഹാസൻ സാർ ഉണ്ടായിരുന്നു. ആൻഡ് നമ്മുടെ ക്വീൻ എന്ന് പറയുമ്പം ട്രിഷ. നമ്മുടെ മലയാളത്തിൽ ഇതൊരു കിങ്ങിനെയും ക്വീനെ പറഞ്ഞ ആര് പറയും? അയ്യോ, ടൊവിനോ. Okay, and Queen I have n number of options. Okay. Yeah. ഞാൻ രണ്ട് ഓപ്ഷൻസ് തരട്ടെ. തരൂ. ഐശ്വര്യ ലക്ഷ്മി. Okay. ദർശന രാജ്. എൻ്റെ ഫ്രണ്ട് അവളുടെ പേര് പറഞ്ഞില്ല ചിലപ്പോൾ എന്നെ കൊല്ലും. ഐശ്വര്യ പറയാം. Okay, thank you.